പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഒരു പ്രധാനപ്പെട്ട കഴിവുണ്ട്. അത് രാജ്യം ഭരിക്കാനോ സൈന്യത്തിന് കീഴ്പ്പെടുക എന്നല്ല, നന്നായി നുണ പറയാൻ അറിയാം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ഷഹബാസ് ഷെരീഫും അദ്ദേഹത്തിന്റെ ഫീൽഡ് മാർഷൽ എന്ന് സ്വയം വിളിക്കുന്ന സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ അസീം മുനീറും ഒക്കെ ചേർന്ന് ത്രിരാഷ്ട്ര സമിറ്റിനായി അസർബൈജാനിലേക്ക് പോവാണ്. പാകിസ്ഥാൻ, ടർക്കി ആൻഡ് അസർബൈജാൻ, ഈ 3 രാഷ്ട്രങ്ങളുടെ സമിറ്റാണ്. ഡെഫിനറ്റ്ലി നമ്മളത് എക്സ്പെക്റ്റഡുമാണ്. അവിടെ ചെല്ലുന്നു. ഷഹബാസ് ഷെരീഫ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഇംഗ്ലീഷിൽ നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കുന്നു. പ്രസംഗത്തിലുടനീളം, അതായത് യുദ്ധത്തിൽ തോക്കുന്നവൻ വീരസാഹസികത പറയുന്നതെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു യുദ്ധം പോലും ഇതുവരെ ഈ നിമിഷം വരെ ഇത്രയും വർഷമായിട്ടും ജയിച്ചിട്ടില്ലെങ്കിലും തള്ളിന് യാതൊരു കുറവുമില്ല എന്ന് മനസ്സിലാക്കുന്നവരെയാണ്. അതിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം നുണകൾ മാത്രം അടുക്കി വെച്ചൊരു സ്ക്രിപ്റ്റ് അടിക്കുകയാണ് ഷഹബാസ് ഷെരീഫ് ചെയ്തത്. എന്തായാലും ആ പ്രസംഗം കേട്ടിട്ടുണ്ടാവും, വിഷയം അറിഞ്ഞിട്ടുണ്ടാവും. അതെ, ഇതിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാന്റെ പോരായ്മകൾ കൂടി എടുത്ത് വിളിച്ച് പറയുന്നൊരു മണ്ടനായ പ്രധാനമന്ത്രി എന്ന് തന്നെ ഞാൻ പറയും. അതായത് ഇന്ത്യ ഒരു വശത്ത് തങ്ങളുടെ ശക്തിയെക്കുറിച്ച് വിളിച്ചോതാൻ വേണ്ടി സർവകക്ഷി സംഘത്തെയൊക്കെ വിടുമ്പോൾ പാകിസ്ഥാൻ പറയുന്നൊരു കാര്യം, നമ്മൾ ഇന്ത്യ ആക്രമിക്കാൻ നിൽക്കുകയായിരുന്നു. മെയ് 10-ാം തീയതി ആക്രമിക്കാൻ പ്രാർത്ഥനകൾക്ക് ശേഷം അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ പട്ടാളം ഇന്ത്യ ആക്രമിക്കാൻ പോവുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ സിവിലിയൻസും വരുന്നുണ്ട്. അത് വേറൊരു കാര്യം. അതായത് ഇന്ത്യയുടെ ജനവാസ കേന്ദ്രങ്ങളിലടക്കമാണ് ഇവർ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നത്. അതിനു മുൻപേ തന്നെ ഇന്ത്യ അതറിഞ്ഞ് മിസൈലുകൾ, ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ വെച്ച് തങ്ങളുടെ ക്യാമ്പുകളെല്ലാം നശിപ്പിച്ചു. ഒരു മിസൈൽ പോലും വിടാനുള്ള ലോഞ്ച് പാഡ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഞാൻ പറയുന്നു മണ്ടനായ മന്ത്രി എന്ന് പറയാം. മാത്രമല്ല അതിലൂടെ അയാൾ ലക്ഷ്യം ചെന്ന് തന്നെ ആയിരിക്കും ഒരു ഫണ്ടിങ്. ഇപ്പം മനസ്സിലായല്ലോ. ഇപ്പം ഇന്ത്യ സർവകക്ഷി സംഘം ലോകവ്യാപകമായിട്ട് സന്ദർശിക്കുമ്പോൾ അവർക്ക് ആകെയുള്ളൊരു 2 കൂടിപ്പോയ ചൈനയും കൂടെ കാണും, അസർബൈജാൻ കൂടിപ്പോയ ചൈനയും കൂടെ കാണുമായിരിക്കും. അവിടെ അവരും കൂടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നു, അങ്ങനെ ഒരു രീതിയാണ്. അവിടെ നമ്മൾ പറയേണ്ട കാര്യം, ഇന്ത്യ നമ്മൾ ശക്തമായിട്ട് നമ്മൾ ഇവിടെ എല്ലാം നേരത്തെ പറയുന്ന പോലെ തന്നെ എല്ലാവരും ശക്തിയുക്തമായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ശക്തരായിട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു. പാകിസ്ഥാൻ ഈ രീതിയിലേക്ക് തരം താണ് പോകുന്നു. കുറച്ചുകൂടി മെച്യൂരിറ്റിയോടെ പെരുമാറാമായിരുന്നു എന്ന് തോന്നി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇത്തരത്തിൽ തങ്ങൾക്കേറ്റ തിരിച്ചടികൾ കൂടി പറയുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള തങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനം എന്താണെന്ന് ഇപ്പോൾ തന്നെ പറയാതെ പറയുകയും കൂടി ചെയ്തിരിക്കുകയാണ്. വളരെ രസകരമായ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കുന്നു, പക്ഷേ പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ഒരു അക്ഷരമുണ്ടെന്നില്ല. അതിന് അസീം മുനീറിനെ പ്ലീസ് ഫീൽഡ് മാർഷൽ ഒന്ന് എണീറ്റ് നിൽക്കൂ, അത് ലോകം നിങ്ങളെ കാണട്ടെ എന്ന് പറയുന്നു. അയാൾ എണീറ്റ് വെക്കുന്നു. ചുറ്റുമുള്ള ആളുകളെല്ലാം വളരെ ശക്തിയുക്തം കൈയടിച്ചു കൊടുക്കുന്നു. അതായത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ ആർമി പറയുന്ന പോലെ കേൾക്കുന്ന ഒരു പപ്പറ്റാണ് ഷഹബാസ് ഷെരീഫ്. ആ ഷഹബാസ് ഷെരീഫിനെ പാകിസ്ഥാൻ ആർമി തന്നെയാണ് കൊണ്ടു നടക്കുന്നത്, ഇങ്ങനെ പറയണമെന്ന് എഴുതി കൊടുക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് പാകിസ്ഥാൻ ആർമി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഗവൺമെന്റ് കീഴിലാണെന്ന് ലോകത്തോട് കാണിക്കാൻ വേണ്ടി ഒരു നാടകം. അതിന്റെ കൂടെ തന്നെ ശരത്ത് അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സീസ് ഫയറിന് ഇന്ത്യ വിളിച്ചു എന്നാണ്. അതായത് ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ വിക്ഷേപിച്ച് ഇന്ത്യ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഇന്ത്യ തന്നെ വിളിച്ചു പറഞ്ഞത്രേ ഞങ്ങൾക്ക് വെടിനിർത്തൽ വേണമെന്ന്. എന്നിട്ട് ഞങ്ങളൊരു ഇതാണ് വാചകം, ഷഹബാസ് ഷെരീഫ് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് സമാധാനം ഇഷ്ടമുള്ള ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമായതുകൊണ്ട് ഇന്ത്യയുടെ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് ഒരു നല്ല തിരക്കഥയല്ലേ. അതായത് പണ്ട് ക്ലാസ്സിലെ ഏറ്റവും എന്താ പറയുക തള്ളിസ്റ്റുകൾ കുറച്ച് പേരുണ്ടാവും. അവർക്ക് പ്രത്യേകിച്ച് കഴിവുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര സെറ്റപ്പ് ഞങ്ങൾ അടിച്ചു, ഞങ്ങൾ തകർത്തു, ഞങ്ങൾ പൊളിച്ചു എന്നൊക്കെ പറയും. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ എന്തായിപ്പോയി, ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ആളുകളെല്ലാം ഇതൊക്കെ കാണുന്നത് ലൈവായിട്ട് കാണും. കാരണം ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഇന്ത്യക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇന്ത്യ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി കണ്ടവരാണ്. ആദ്യം വെടിവെട്ടിയപ്പോൾ തന്നെ ഇവർ കൂടും കുടുക്കി എടുത്തുകൊണ്ട് ഓടിയതാണ്. ഈ ഷഹബാസ് ഷെരീഫ് ആയാലും അസീം മുനീർ പിന്നെ എവിടെയാണെന്ന് പോലും അറിയാം. ഏതോ ബങ്കറിലൊക്കെ ഏതോ ജീവൻ നിലനിർത്തി പോയെന്ന് മാത്രം അറിയാം. അവരാണ് ഇവിടെ വന്നിട്ട് ഈ വീരവാദം മുഴക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ചിരിയാണ്. സത്യമായിട്ടും എനിക്ക് ഈ ഒരു വിഷയം വരുമ്പോഴത്തേക്കും ചിരിയാണ് വരുന്നത്, ഉള്ളിൽ ഭയങ്കര ചിരി വരുന്നുണ്ട്. അതാണ് നേരത്തെ എനിക്ക് കൺട്രോൾ ചെയ്തിട്ട് ചിരിച്ചു പോകുന്നത്. അപ്പം ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാകിസ്ഥാൻ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രശ്നമാണത്. അവിടെ ആർമിയാണോ അതോ അവരുടെ ഭരണകൂടമാണോ ഭരിക്കുന്നത് കൃത്യമായൊരു ഉത്തരവില്ല.
അവർ തമ്മിൽ പരസ്പരം എന്തൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം അവിടെ വ്യക്തമാണ്, മതം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അസർബൈജാനിലടക്കം പോയി അല്ലെങ്കിൽ ഈ ടർക്കിയിലൊക്കെ പോയിട്ട് ഇവർ സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തമാവുന്ന കാര്യം അവിടെ ഈ പ്രാർത്ഥനകൾക്ക് ശേഷം എന്ന് ഊന്നി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല തുർക്കിയും അസർബൈജാനും മതത്തെ എത്രത്തോളം അവർ കൈകാര്യം ചെയ്യുന്നു, മതം കൊണ്ട് ജീവിക്കുന്നവരാണ് അവരും. അതൊക്കെ തന്നെ ഇതിനകത്ത് കണക്റ്റഡ് ആണ്. ഇതിനെ ഒപ്പം ചേർന്ന് ഇപ്പം വിശ്വാസികളായ ഒരുപാട് പേരെ ചേർത്ത് നിർത്തി മറ്റൊരു യുദ്ധകാഹളത്തിന് തന്നെയാണ് അവർ ഒരുക്കുന്നതെന്ന് പറയാം. മതത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, തുർക്കി എന്ന് പറയുന്ന വളരെ ജനാധിപത്യപരമായ ഒരു രാഷ്ട്രമായിരുന്നു. അതിനൊരു ഇസ്ലാമിക്, അതായത് സോക്കോൾഡ് ഫണ്ടമെന്റൽസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തത് എർദോഗനാണ്. എർദോഗന് ശേഷം ഇനി അസർബൈജാനിലേക്ക് വന്നാൽ തന്നെ അസർബൈജാനും ഈ പറഞ്ഞ തുർക്കി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയാണ്. ഒരു എന്താ പറയുക, ഒരു പാൻ ഇസ്ലാമിസത്തിന്റെ ഒരു ന്യൂ ഇക്വേഷൻ എന്ന് മാത്രമല്ല, അതൊരു പ്രോക്സി യുദ്ധം മാത്രമായിരുന്നില്ല എന്നും ഇന്ത്യക്കെതിരെ ഒരു പ്ലാൻഡ് അറ്റാക്ക് ആയിരുന്നെന്നും ഞാൻ കേട്ട മറ്റൊരു, അല്ലെങ്കിൽ അത് എന്താ പറയുക, നമുക്ക് തന്നെ റിലയബിൾ സോഴ്സസിൽ അല്ല എങ്കിൽ പോലും ഈ തുർക്കി സ്പോൺസർഡ് ആയിട്ടുള്ള ഒരുപാട് ഫണ്ടമെന്റൽ ഗ്രൂപ്പുകളാണ് ഈ ബോർഡേഴ്സിലെല്ലാം വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി പാൻ ഇസ്ലാമിസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു രാഷ്ട്രം കൂടിയാണ്. അപ്പോൾ തുർക്കി, അസർബൈജാൻ, പാകിസ്ഥാൻ, അതിനെ മോണിറ്റർ ചെയ്യാനായിട്ട് ചൈന എന്ന് പറയുന്നൊരു കാര്യം വരുന്നു. ഇപ്പോഴേക്ക് വരുമ്പോൾ ബംഗ്ലാദേശും ഈ ഒരു ഇക്വേഷനിലേക്ക് ആടുമാവുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ചുറ്റുമായി നിൽക്കുന്ന ഈ ശക്തികൾ എല്ലാവരും തന്നെ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മോഡിലേക്ക് മാറുന്നുണ്ട്. നമ്മൾ ഷഹ്വാസ് ഷെരീഫിന്റെ നുണക്കഥകൾ, ഗീബൽസി നുണകളൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയും ഇന്ത്യ നേടാൻ പോകുന്ന മറ്റൊരു, ഇന്ത്യ എതിർക്കാൻ പോകുന്ന ഒരു വലിയ കൂട്ടുകെട്ടാണ് നടക്കുന്നത് ആ സമ്മിറ്റ് എന്ന് പറയുന്നത്. അവിടെ അവർ എന്താണ് സംസാരിക്കുന്നത് വളരെ പ്രസക്തമാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു ഇന്ത്യ വിരുദ്ധ തന്നെയാണ്. അവരങ്ങനെ ഒരു വശത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും മറ്റൊരു സത്യം കൂടെ ഉണ്ട്. നമുക്കറിയാം, പാകിസ്ഥാനിൽ തന്നെ ബലൂചിസ്ഥാൻ എന്ന് വേർതിരിട്ടുണ്ട്. അവിടുത്തെ സിന്ധ് പ്രവിശ്യയിലുള്ള ആൾക്കാർ മാറുന്നുണ്ട്. ബംഗ്ലാദേശിനും ഇത്തരത്തിലുള്ള വികാരം വരുന്നുണ്ട് കുറച്ച് ഇടങ്ങളിൽ. അപ്പം ഈ അതിർത്തി പ്രദേശങ്ങളിൽ അങ്ങനെ ഉണ്ടപ്പം ഇന്ത്യ അവിടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് നടത്തുന്നുണ്ട് കൃത്യമായിട്ട്. മാത്രമല്ല റഷ്യയുമായിട്ട് കൂടുതൽ അടുക്കുന്നു, കൂടുതൽ ആണവ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നു. അമേരിക്കയെ പണ്ട് മുതലും ഇന്ത്യ അങ്ങനെ വലിയ രീതിയിലടുത്ത് വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രാൻസുമായിട്ടും റഷ്യയുമായിട്ടും കൂടുതൽ ആയുധങ്ങൾ പറഞ്ഞു. ഇന്ത്യ തന്നെ തദ്ദേശീയമായ കുറേ വികസനങ്ങൾ പ്രതിരോധ മേഖലയിൽ നടത്തുന്നു. ഇത് മാത്രമല്ല ആയുധ കച്ചവടത്തിലൂടെ കൂടുതൽ കൂട്ടുകെട്ടുകൾ മറ്റു രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കുന്നു. ഇതിലൊക്കെ തന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടാണ്. മാത്രമല്ല ഇപ്പം മനുഷ്യ പറയുന്ന പോലെ തന്നെ തുർക്കി ഈ ഒരു രീതിയിൽ അവിഹിത ബന്ധം സ്ഥാപിക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് അസർബൈജാനും തുർക്കിക്കും ഇടയിൽ അർമീനിയ എന്നൊരു രാജ്യമുണ്ട്. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ്. ഇത് ഇന്ത്യയോടൊപ്പം ചേരുന്നുണ്ട്. അവർക്കും നിലനിൽപ്പിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പം അതെ, അപ്പം ശത്രുക്കളുടെ ശത്രുക്കളെ മിത്രമായി കാണുന്ന രീതി ഒരുപക്ഷെ അത് ഇന്ത്യയുടെ ഈ ഒരു നേരത്തെ പറയുന്നത് ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ട് കാണാം. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഈ ചൈന നമുക്കറിയാം എത്രത്തോളം പോയാലും ശരി തന്നെ ഇന്ത്യക്ക് ഇതിനെയൊക്കെ നേരിടാൻ വരും. ഞാൻ കേട്ടൊരു കാര്യമാണ്, ഒരു നേരിട്ടൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് നേരിടാനുള്ള ശേഷിയുണ്ട്. ഒരുമിച്ച് വന്നാൽ 2.5 വാർ ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ ഒരു മൂവ് നടക്കാൻ പോകുന്നത്. അപ്പം അതിനോടൊപ്പം ഇന്ത്യ ഇപ്പോൾ സജ്ജമാണ് ഉണ്ടായാൽ പോലും. അതുകൊണ്ട് തന്നെ വലിയൊരു യുദ്ധമോ അല്ലെങ്കിൽ ആ തരത്തിൽ എല്ലാവരും തിരിഞ്ഞാലോ, മാത്രമല്ല ഇനി ലോകരാജ്യങ്ങളുടെ മറ്റ് സഹായങ്ങളും കൂടി ചേരുന്നതോടെ നിഷ്പ്രഭമാകും. അതുകൊണ്ട് തന്നെ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ എത്രത്തോളം അവർ ഇനി എത്ര വർഷങ്ങളോളം എടുത്ത് തപസ്സിരുന്നാൽ പോലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിനകത്തൊരു കൃത്യമായൊരു റോള് വഹിക്കുന്നുണ്ട്. നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലാതെ തന്നെ നമുക്ക് ഭരണാധികാരികളിൽ വിശ്വാസമുണ്ട്. നമ്മുടെ പ്രതിപക്ഷമടക്കം, നമുക്ക് പ്രതിപക്ഷം എന്ന് പറയുമ്പോഴത്തേന് ശശി തരൂർ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി വരും. എല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല നമ്മുടെ സിവിലിയൻസ് എല്ലാവരും ഒപ്പം ഉണ്ട്. സിവിലിയൻസ് എല്ലാം കൂടെ തന്നെ ഒരു യുദ്ധത്തിന് ഇറങ്ങും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇവരെത്ര തന്നെ ഇനി അടുത്ത കൂട്ടായ്മകൾ സൃഷ്ടിച്ചാലും ഒരു 3-4 രാജ്യങ്ങൾ ഒപ്പം പിടിച്ചിട്ട് വന്നാൽ പോലും ഇന്ത്യ അതിനകത്ത് താഴാൻ പോകില്ല എന്ന് വ്യക്തമാണ്.